ഫോക്കസ് ഓൺ ക്രൈസ്റ്റ്. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. നമ്മുടെ നോട്ടങ്ങൾ തെറ്റിപ്പോകും. പലപ്പോഴും നമ്മുടെ നോട്ടം തെറ്റിപ്പോകുന്നതിന് ഉദാഹരണമാണ് വിശുദ്ധ വേദപുസ്തകത്തില് യൂദ ക്രിസ്തുവിനോട് ചേർന്ന് നടന്നെങ്കിലും പലപ്പോഴും ക്രിസ്തുവിൽ നിന്നുള്ള നോട്ടം തെറ്റി ലോകത്തിന്റെ മോഹത്തോട് അത്യാഗ്രഹത്തിലേക്ക് തൻ്റെ കണ്ണു പതിച്ചപ്പോഴാണ് ക്രിസ്തുവിൽ നിന്ന് അകന്ന് ദ്രവ്യത്തെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പ്രിയമുള്ളവരെ, എൻ്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തിൽ ആ കുടുംബ ജീവിതത്തിൻ്റെ ഊഷ്മളത പലപ്പോഴും നോട്ടം തെറ്റിപ്പോയി, ലക്ഷ്യം മാറിപ്പോയി, അല്ലെങ്കിൽ നമുക്ക് പറയാം പ്രയോറിറ്റി മാറിപ്പോകുകയാണ്. എൻ്റെ ജീവിത പങ്കാളിയോട്, എൻ്റെ ദേവാലയത്തോട്, എൻ്റെ വിശ്വാസത്തോടൊക്കെയുള്ള എൻ്റെ ആദ്യകാലത്തെ സ്നേഹം ഇന്നും സൂക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? നോട്ടം തെറ്റിപ്പോവുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ യേശു തമ്പുരാനും ശിഷ്യന്മാരും കൂടെ കടലിൻ്റെ നടുവിലൊരു സംഭാഷണം കേൾക്കാം. കടലിൻ്റെ നടുവിൽ വെച്ച് യേശു തമ്പുരാൻ കടലിന് മീതെ നടന്നു വരുന്നത് പടകിലിരിക്കുന്ന ശിഷ്യന്മാർ കണ്ടിട്ട് അത് ഭൂതമാണെന്ന് പറഞ്ഞു. യേശു തമ്പുരാൻ അവരോട് പറയാണ്, ഭയപ്പെടേണ്ട, ഇത് ഞാനാകുന്നു എന്ന്. എന്നിട്ട് പത്രോസ് യേശു തമ്പുരാനോട് ചോദിക്കുക, അവിടുന്നാകുന്നുവെങ്കിൽ എന്നെ കൂടെ ഒന്ന് നടക്കുവാൻ ഈ കടലിനോട് കൽപ്പിക്കുക. യേശു തമ്പുരാൻ വരിക എന്നാണ് പറഞ്ഞത്. യേശു തമ്പുരാന്റെ വരിക എന്ന വാക്ക് കേട്ട് പത്രോസ് ആ കടലിന് മീതെ നടന്നു വന്നു. ശക്തിയായ കാറ്റ് കണ്ട് പത്രോസിന്റെ മനമിളകി. പത്രോസ് കാറ്റിനെ നോക്കി ഭയപ്പെടുന്നത് കണ്ട് മുങ്ങിപ്പോകാൻ തുടങ്ങി. യേശു തമ്പുരാൻ പത്രോസിനോട് പറയുന്നുണ്ട്, നീ എന്തിനാ ഭയപ്പെടുന്നത്? നീ എന്നെയാണ് നോക്കേണ്ടത്, കാറ്റിനെയല്ല നോക്കേണ്ടത്. ജീവിതത്തിലും പലപ്പോഴും ഇതുപോലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുമ്പോൾ നമ്മൾ പറയും, കർത്താവേ, അവിടുന്ന് നടന്നതിന്റെ മേളിൽ കൂടെ എന്നെ കൂടെ ഒന്ന് അത്ഭുതങ്ങളെ കാണാൻ നമുക്കിഷ്ടമാണ്. അത്ഭുതങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അല്ലേ? എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരുമ്പോൾ ആരെങ്കിലുമൊക്കെ സാക്ഷ്യം പറയുന്നേക്കുമ്പോൾ നമ്മൾ പറയും, അയ്യോ എനിക്കും കൊണ്ട് പറയാൻ, ഞങ്ങളെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. അപ്പം നമുക്ക് എന്ത് വന്നാലും അത്ഭുതം കാണാൻ ഇഷ്ടമാണ്. അത്ഭുതം കാണിക്കണമെങ്കിൽ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ വേദനയുടെയും പിന്നിൽ കർത്താവ് ഒരു കാര്യം കരുതി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ വേദനയ്ക്കും കർത്താവ് ഒരു പ്രതിഫലം വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ നിന്ദയ്ക്കും കർത്താവ് ഒരു മറുപടി വെച്ചിട്ടുണ്ട്. ഇന്ന് ഞാൻ കടന്നു പോകുന്ന ഓരോ അവസ്ഥയ്ക്കും കർത്താവ് ഒരു കാര്യം കരുതി വെച്ചിട്ടുണ്ട്. നിത്യ തേജസ്സിന്റെ ഖനമോർക്കുമ്പോൾ ഈ ഞൊടി നേരത്തേക്കുള്ള കഷ്ടതകളൊന്നും സാരമില്ല എന്ന് പറഞ്ഞ് കുടുംബമായി ഒന്നു ചേർന്ന് നിൽക്കുവാൻ, ഒരേ ശബ്ദത്തിൽ നിൽക്കുവാൻ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കണം. ഈ കാലഘട്ടം എന്ന് പറയുന്നത്, ഏത് കാലഘട്ടത്തിലും കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു നാട് ഭരിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് ഒരു വീട് ഭരിക്കുന്നത്, അല്ലേ? ഒരിക്കല് ഒരു കാട്ടിൽ കൂടെ ഒരു വേടൻ ഇങ്ങനെ നടന്നു പോവാ. ദൂരെ ഒരു മരത്തിന്റെ കൊമ്പിലിരുന്ന് ഒരു കിളി ഭയങ്കരമായിട്ട് കരയുന്ന ശബ്ദം കേട്ടു. വേടൻ അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച, കിളി ഇരുന്ന് കരയുന്ന കൊമ്പില് കിളിയുടെ ഒരു കൂടുണ്ട്. ആ കിളിയുടെ കൂടിനകത്ത് കിളിക്കുഞ്ഞുങ്ങളുണ്ട്. ഈ കിളി പേടിച്ച് കരയുന്നതിന് കാരണം, ഈ കിളി ഇരിക്കുന്ന മരത്തിലേക്ക് ഒരു വലിയ പാമ്പ് കയറി പോവാ. ഈ പാമ്പിനെ കണ്ട് പേടിച്ചാണ് കിളി കരയുന്നത്. കാരണം കിളിക്കറിയാം, ഈ പാമ്പ് ഉയരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ കിളിക്കുഞ്ഞുങ്ങളെ, ചിറകുമുളയ്ക്കാത്ത തൻ്റെ കുഞ്ഞുങ്ങളെ പിടിച്ചു തിന്നും. ആരെങ്കിലും രക്ഷിക്കുമെന്നോർത്ത് ഈ കിളി ഭയങ്കരമായിട്ട് കരഞ്ഞുവെങ്കിലും ആരും അവിടേക്ക് രക്ഷകനായി കടന്നു വരുന്നില്ല. കിളി പെട്ടെന്ന് പറന്നുപോയി. കിളി പെട്ടെന്ന് മറന്നു പോകുന്നത് കണ്ട് ഈ വേടൻ ചിന്തിക്കുകയാണ്, കിളികൾക്ക് ഇത്ര മാത്രമേ തൻ്റെ കുഞ്ഞുങ്ങളോട് സ്നേഹമുള്ളോ എന്ന്. ചിന്തിച്ചു നിൽക്കുന്ന മാത്രയിൽ തന്നെ കിളി തൻ്റെ കൊച്ചു ചുണ്ടില് കുറച്ച് കൊച്ചു ഇലകളൊക്കെ കൊത്തിക്കൊണ്ട് വരിക. വന്നിട്ട് ഈ കൂടിൻ്റെ മുകളിൽ കൊണ്ട് ഇതിങ്ങനെ പൊതിഞ്ഞു വെച്ചു. കിളി പറന്ന് അപ്പുറത്തുള്ളൊരു മരത്തിൻ്റെ കൊമ്പിൽ പോയിരുന്ന് ശാന്തമായി തൻ്റെ കൂട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക. വേടനും ഇത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഈ കിളി നോക്കിക്കൊണ്ടിരിക്കുന്ന മാത്രയിൽ മുകളിലേക്ക് കയറിപ്പോയ പാമ്പ് ജീവനും കൊണ്ട് ഓടി എത്രയും വേഗം താഴേക്ക് ഇറങ്ങി ഓടിപ്പോയി. പാമ്പ് ഓടിപ്പോയി എന്ന് മനസ്സിലാക്കിയ കിളി തൻ്റെ കൂട്ടിലേക്ക് പറന്നു ചെന്നു. ഈ ഇലകളൊക്കെ കൊത്തി താഴെ ഇട്ടു. വേടനും അങ്ങോട്ട് ചെന്നു. എന്തായിരിക്കാം ഈ പാമ്പ് ആ കിളിക്കുഞ്ഞുങ്ങളെ പിടിച്ച് തിന്നാചെന്ന് എന്ന് ആലോചിച്ചുകൊണ്ട് നിന്നപ്പോൾ ഈ താഴെ കിടക്കുന്ന ഇലകൾ പാമ്പിന്റെ ദൃഷ്ടിയിൽപ്പെട്ടു, വേടന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. വേടൻ എന്തു ചെയ്തെന്നോ, ഈ ഇലകൾ തൻ്റെ കയ്യിലെടുത്തപ്പോൾ ഈ ഇലകളിൽ നിന്ന് ഒരു പ്രത്യേക സുഗന്ധം വരുന്നുണ്ട്. നമുക്കറിയാം, പാമ്പിന് വിരോധമായിട്ട് നമ്മൾ വെളുത്തുള്ളി ചെടിയും മണ്ണെണ്ണയും
കായവും നമുക്ക് അറിയാവുന്നൊക്കെ ഒഴിക്കും അല്ലേ? ഇതുപോലെ കാട്ടിലും പാമ്പിന് വിരോധമായ ഇലകളുണ്ട് എന്ന് ഈ കുഞ്ഞു കിളിക്ക് അറിയാമായിരുന്നു. പ്രിയമുള്ളവരെ, ഈ കഥ നമ്മെ പഠിപ്പിക്കുന്ന പാഠം, നമ്മളെല്ലാം കർത്താവ് ഓരോ കൂടുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കൂടുകളാണ് നമ്മുടെ എല്ലാ കുടുംബങ്ങൾ. നമ്മളെ കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന കൂടുകളാണ് നമ്മുടെ എല്ലാ ആലയങ്ങൾ. കുടുംബമായി തലമുറകളായി കടന്നു വരുന്ന ദേവാലയങ്ങൾ. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കുടുംബത്തിൽ നമ്മൾ ചിറകു മുളയ്ക്കാത്ത കുറെ കുഞ്ഞിക്കിളികളുണ്ട്. വഴിതെറ്റാതെ നമ്മുടെ കുഞ്ഞുമക്കൾ നടക്കണമെങ്കിൽ മൂല്യബോധമുള്ള മാതാപിതാക്കൾ കുടുംബങ്ങളിൽ ഉണ്ടാകണം. ആയതിനെന്തു ചെയ്യണം? ഇവിടെ ഈ കിളി ഇലകൾ കൊണ്ട് ആ കൂടിനെ പൊതിഞ്ഞു വെച്ചിരിക്കുന്നത് പോലെ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ ഓരോരുത്തരെയും കുടുംബങ്ങളെ മൂടി വെക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ കുടുംബങ്ങളെല്ലാം സുരക്ഷിതമായിരിക്കുന്നത്. ഓരോ കുഞ്ഞും അനുഗ്രഹിക്കപ്പെട്ടവനാകണമെങ്കിൽ പരിശുദ്ധാത്മ നിറവുള്ള ഈ പൈതൽ എന്തായിത്തീരുമെന്ന് യോഹന്നാന്റെ ജനനത്തിങ്കൽ ജനം ചോദിച്ചതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ കൃപയുള്ള കുഞ്ഞുങ്ങളായി ഭവനത്തിൽ ഉണ്ടാകണം. കാറ്റടിക്കാം, വൻമഴ ചൊരിയാം, നമ്മുടെ ഭവനം കുലുങ്ങി പോകരുത്. കാരണം ക്രിസ്തുവാകുന്ന പാറമേൽ കർത്താവേ എൻ്റെ ഭവനത്തെ നീ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. പലപ്പോഴും പത്രോസിനെ പോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്, കർത്താവേ നീ കൽപ്പിച്ചാലും ഞാൻ തയ്യാറാണ്. എന്നാൽ കാര്യങ്ങൾ നടന്നു കഴിയുമ്പോൾ അതങ്ങനെ നടക്കുമോ? അതങ്ങനെ സംഭവിക്കുമോ? ഇനി ഇന്നതുകൊണ്ടാണോ എന്ന് പല ചോദ്യങ്ങളിലും കർത്താവ് നമ്മളോട് പറയുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് തരുന്ന അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുന്നവർ ഒന്നാമതായി അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണം. ജീവിതത്തിൻ്റെ ഏത് കൈപ്പേറിയ അവസരങ്ങളെയും അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ നമുക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് വിശ്വാസത്തിൽ ഒരു തലമുറ വളർന്നു വരുന്നത്. അവസരങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റുക എന്ന് പറയുമ്പോൾ വിശുദ്ധ വേദപുസ്തകത്തിൽ അനേകരുണ്ട് അവർക്ക് കിട്ടിയിരിക്കുന്ന അവസരത്തെ അനുഗ്രഹമാക്കി മാറ്റിയത്. പരിശുദ്ധനായ പരുമല തിരുമേനി തൻ്റെ മുൻപിൽ കിട്ടിയിരുന്ന അവസരത്തെ, സാധാരണ ജീവിതത്തെ അസാധാരണ പോരാട്ടങ്ങളെ ജയിച്ചവനാണ്. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ രോഗങ്ങളായിക്കൊള്ളട്ടെ, നമ്മുടെ ശത്രുക്കളായിക്കൊള്ളട്ടെ, നമ്മുടെ പ്രതിസന്ധികളായിക്കൊള്ളട്ടെ, ഇവയെല്ലാം നമ്മുടെ മുൻപിലെ അവസരങ്ങളാണ്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൽ ഒരു മകനെ കാണാം. അവസരത്തെ അനുഗ്രഹമാക്കിയ മകൻ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക്. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്ക് 26-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ഇങ്ങനെയാണ് പറയുന്നത്: അബ്രഹാമിൻ്റെ കാലത്ത് വലിയൊരു ക്ഷാമമുണ്ടായതിനു ശേഷം പിന്നീടൊരു ക്ഷാമമുണ്ടായി. അത് ഇസഹാക്കിൻ്റെ കാലത്താണ്. അന്ന് തൻ്റെ പിതാവായ അബ്രഹാം പോയ ഗരാർ എന്നൊരു ദേശത്തേക്ക് തൻ്റെ മകനായ ഇസഹാക്ക് പോകുകയാണ്. ദൈവത്തോട് ആലോചന ചോദിച്ചാണ് ഇസഹാക്ക് ആ ദേശത്തേക്ക് പോകുന്നത്. കാരണം അത് ഫെലിസ്തീനയുടെ ദേശമാണ്, അമാലേക്കിൻ്റെ ദേശമാണ്. ആ ദേശത്തേക്ക് പോകട്ടെയോ എന്ന് ചോദിച്ചപ്പോൾ യഹോവ അവന് പ്രത്യക്ഷനായി അരുളി ചെയ്തു, നീ മിസ്രൈമിലേക്ക് പോകരുത്. നീ എവിടേക്ക് പോകരുത്? മിസ്രൈമിലേക്ക് പോകരുത്. ഞാൻ നിന്നോട് കൽപ്പിക്കുന്നിടത്ത് നീ പാർക്കുക. യഹോവയാം ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു മകനെ ഇവിടെ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, എവിടെ നിന്നായിരിക്കും ദൈവത്തോട് ആലോചന ചോദിക്കുന്ന ഒരു പാഠം ഈ മകൻ പഠിച്ചത്? പൂർണ്ണമായിട്ടും തൻ്റെ പിതാവിൽ നിന്നാണെന്ന് അടുത്ത വാക്യത്തിൽ കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് യഹോവ അവനോട് പറയുന്നത്: ഈ ദേശത്ത് നീ താമസിക്കുക, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും, നിനക്കും നിന്റെ സന്തതിക്കും ഒക്കെയും ഈ ദേശം തരും. ഇത് നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ സത്യം ചെയ്തത് നിവർത്തിക്കും. പ്രിയമുള്ള മാതാപിതാക്കളെ, ഇതിൽ വലുത് നമുക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? നമ്മുടെ താമസിക്കുന്ന സ്ഥലവും നമ്മുടെ താമസിക്കുന്ന വസ്തുവും ഒക്കെ ഇത്രയും നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. കർത്താവ് നമ്മളോട് പറയണം, നീ ഈ ദേശത്ത് പാർക്കുക. ഇല്ലേ? എത്രയോ പ്രഗത്ഭന്മാര് ഒന്നുമില്ലാത്തവരായിട്ട് ദേശം വിട്ടു പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവേ ഇങ്ങനൊരു നിന്ദ അനുഭവിക്കാൻ ആർക്കും ഇടവരുത്തരുതേ. നമ്മുടെയും ആഗ്രഹം ഇതേ ഉള്ളൂ, നീ ഈ ദേശത്ത് പാർക്കുക. 2, ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അനുഗ്രഹം വേണ്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. 3-ാമത് പറയാണ്, നിനക്കും നിന്റെ സന്തതിക്കും ഞാൻ ഈ ദേശമൊക്കെയും തരും.
അത് ഇത്രയും മൂന്നുമേ ഉള്ളൂ നിന്റെ ആഗ്രഹം. എന്നിട്ട് പറയാ, ഇത് നിന്റെ പിതാവായ അബ്രഹാമിനോട് ഞാൻ വാഗ്ദത്തം ചെയ്തതാ. എവിടെയാ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറയുകയാണ്, നീ ഞാൻ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകുക, ഞാൻ നിന്നെ വലിയ ജനതയാക്കും, നീ അനുഗ്രഹിക്കപ്പെടും, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും. ഉൽപ്പത്തി പുസ്തകം 13-ാം അധ്യായമായപ്പോഴത്തേക്കും ഈ വാഗ്ദത്തം നിവർത്തിക്കുന്ന ഒരു ദൈവത്തെ അബ്രഹാം കണ്ണാലെ കണ്ടതാണ്. പ്രിയമുള്ളവരെ, ഈ ദേശത്ത് ഒരു മൈലപ്രപ്പള്ളിയുടെ ചാപ്പലായിട്ട് ഇത്രയും മാറി ഞങ്ങൾ ഒന്നായിട്ട് ആരാധിക്കുവാൻ, ഇടക്കാലത്ത് ഒരുമിച്ച് വരുവാനൊക്കെ ഒരു ആഗ്രഹിച്ച പിതാക്കന്മാർ ഈ ദേശത്തുണ്ടായിരുന്നു. അങ്ങനെ ആയിരിക്കുമല്ലോ ഈ ദൂരത്തിന് ഒരിടക്കാല ആശ്വാസമായി ഓരോ ചാപ്പലുകളും ഉണ്ടായത്. അങ്ങനെ ആഗ്രഹിച്ച പിതാക്കന്മാർ ഈ ദേശത്ത് താമസിക്കുന്ന ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി, എന്നാൽ അടുത്ത തലമുറയിലേക്ക് ഈ ആഗ്രഹത്തെ പകരുവാൻ നിർമ്മല ഹൃദയത്തോടെ കടന്നു വരുന്ന മാതാപിതാക്കളാണോ നമ്മൾ പലപ്പോഴും? ഇവിടെ അബ്രഹാമിന്റെ വാഗ്ദത്തം ഇവിടെ അനുഗ്രഹിക്കപ്പെടുകയാണ്. ആര്? ഇസഹാക്ക്. പിതാക്കന്മാരുടെ നന്മ മക്കളിലേക്ക് കൊടുക്കുന്ന അബ്രഹാം ഇസഹാക്കിനെ പോലെ നമ്മുടെ നന്മ നമ്മളുടെ മക്കളിലേക്ക് കൊടുക്കുവാൻ നമ്മുടെ സംഭാഷണങ്ങളിലും വീട്ടിലുള്ള സംസാരങ്ങളിലും പ്രവർത്തനങ്ങളിലും എനിക്കും നിങ്ങൾക്കും സാധിക്കാറുണ്ടോ? വിശ്വാസികളെന്ന് പേരുണ്ടെങ്കിലും പലപ്പോഴും വിശ്വാസിക്ക് യോഗ്യമായ ഒരു ജീവിതം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ കാഴ്ചവെക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ഇവിടെ ഇസഹാക്ക് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് ആ ദേശത്ത് പാർക്കുകയാണ്. ഫെലിസ്തീർ അവർക്ക് കൃഷിക്ക് അനുയോജ്യമായ സ്ഥലം കൊടുത്തു. അവൻ കൃഷി ചെയ്തു. 11, 12, 13 വാക്യങ്ങൾ ഇങ്ങനെ പറയാണ്, അവൻ ദേശത്ത് സമ്പന്നനായി തീർന്നു. അവന് കൃഷിയിടങ്ങൾ വളരെ വളരെ ഫലം നൽകി. ആടുകളും മാടുകളും കന്നുകാലികളും ഒക്കെ ഉണ്ടായി. ആ ദേശത്ത് ഇസഹാക്ക് മഹാസമ്പന്നനായി തീർന്നു. അവൻ്റെ സമ്പത്ത് കണ്ടപ്പോൾ ഫെലിസ്തീർക്ക് അവനോട് അസൂയ തോന്നി.